ഇതാരാ ഈ പെണ്ണാരാ? കുക്കുടു അതാര്? ബിസിനസ് അപ്പൊ തന്നെ ചോദിക്കും കഥ ചോദിക്കും വന്ന കഥ നീലിന്റെ കുക്കുടു ആരാന്നും ഈ വന്ന എങ്ങനാന്നും ആ കഥയൊക്കെ ഒന്ന് നീലിന് പറഞ്ഞു കൊടുക്കുവാണെന്ന് നീലം മനസ്സിലാക്കിയേനെ. കഥയല്ല, ആരാണ് എന്താണ് എന്തിനാണ് എന്തിനാണ് മാറിയിക്ക ഇവിടെ ഇല്ലെങ്കിൽ വല്ല വണ്ടിയും വന്ന് കയറും. സൈഡിലോട്ട് മാറിയിക്ക. ഡ്രാഗണല്ലേ അത് ഡ്രാഗണ, 100% ഡ്രാഗണ. ചുമ്മാ ലക്ഷസം കൊണ്ട് ഇടിച്ചു കയറ്റോ എന്താ കറങ്ങി നടക്കും? അതോ അണ്ണുബ്രോ അല്ല. അന്ന് പോയി, അണ്ണുവിന് ഉറക്കം വന്നപ്പോ പോയി, ചാച്ചാൻ പോയി. ഇത് നീലം ബ്രോയാ, ബ്ലൂ കണ്ടൻ. എന്താ പറയണ്ടേ എന്റെ കഥയോ? കുക്കുടു ആരാന്നും എന്താന്നും എങ്ങനെയാണ് ബിസിനസ് പാർട്ട്ണർ ആയതും അതൊക്കെ അങ്ങനെ ഫുൾ കഥകള്. അതല്ല പറഞ്ഞാൽ മതി. കുക്കുടിന്റെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തു. സിറ്റി വന്നപ്പോ തൊട്ടുള്ള തുടക്കം തൊട്ടുള്ള സിറ്റി വരാനുള്ള കാരണം പറഞ്ഞുതരാവുന്ന. അവിടെ തുടങ്ങിക്കോ. സിറ്റി വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ബാല്യകാലത്ത് എന്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ടായിരുന്നു. പയ്യനെ ഞാൻ വിളിക്കുന്നത് തക്കടൂത്ത്. അതാണ് എന്റെ പേര്, കുക്കുടു തക്കടൂത്ത് ഇട്ടേക്കണേ. എന്റെ ബാല്യകാല സഖിയായിരുന്നു. ബാല്യകാല സഹനായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പം പിന്നെ പുള്ളിനെ കാണാനില്ല. അങ്ങനെ കാണാണ്ടായി. പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ അറിഞ്ഞൂടാ എന്ത് പറ്റി പറഞ്ഞൂടാ, കാണുന്നില്ല, ഒരു വിവരമില്ല. അല്ല, പുള്ളിന്റെ ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് എവിടേക്കോ ഇങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ ആയി പോയതോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ പിന്നെ നമ്മളങ്ങ് കാണാതായി, കോണ്ടാക്ട് ഒന്നും ഇല്ലാതായി. പിന്നെ ചെറുപ്പമാണല്ലോ, അന്നൊരു 12 വയസ്സ്. 12 വയസ്സ് എന്ന് പറയുമ്പോഴത്തെ 7ാം ക്ലാസ്സോ? 7ാം ക്ലാസ്. നല്ല പ്രായം. കഞ്ചാവടിച്ചാൽ വീട്ടിൽ പോക്കി പിന്നെ ഈ നാടുവഴി ഈ പ്രായത്തിലൊക്കെ നാടുവിട്ട് പോണെങ്കിൽ ഒന്നെങ്കിൽ കഞ്ചാവ് നാട് വിട്ട് അങ്ങനല്ല, കുടുംബമായിട്ട് പോയത്. അതിങ്ങനെ കുടുംബത്തോടെ കഞ്ചാവടിച്ചു ട്രാൻസ്ഫർ ഒക്കെ കിട്ടി അങ്ങനെ പോയതാ. കൃത്യമായി പറയണം. എന്നിട്ട് കാണാതായി. പിന്നെ അങ്ങനെ കൊറേ കാലം ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞു ഇവിടെ ഈ സിറ്റിയിലുണ്ട്. അങ്ങനെ ഞാൻ ഈ സിറ്റിയിൽ അന്വേഷിച്ചു വന്നതാണ്. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വിളിക്കുന്നത് തക്കടൂന്നാ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇവിടെ സഹന്റെ പേര് കാർലോ എന്നാണെന്നാണ് അറിഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, കാർലോനെ കാണല്ല പറഞ്ഞിട്ട്. എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഇട്ടിച്ചും കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങാനും അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കണക്ക് ബാക്കിയുണ്ട്. മാഷായിരുന്നോ? കണക്ക് മാഷായിരുന്നോ? ആ കണക്കല്ല, അങ്ങനെ കുറച്ച് എന്നെ പറ്റിച്ചിട്ട് പോയ കണക്ക്. ഓ അങ്ങനെ. എത്ര രൂപ? അങ്ങനല്ല, എന്നെ വല്ല മുട്ടായി വല്ലതും പറ്റിച്ചാണോ? 2 രൂപയുടെ മുട്ടായോ അങ്ങനെ എന്തെങ്കിലും? അതെ, 2 രൂപയുടെ മുട്ടായി പറ്റിച്ചിട്ട് പോയി. അതൊക്കെ തിരിച്ചു ചോദിക്കണം, അത് ഇരട്ടിയായിട്ട് മേടിക്കണം. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കാർലോ എന്ന് പറയണവൻ. മനസ്സിലായില്ലേ? കുട്ടിയെ മനസ്സിലായില്ലേ? എനിക്കറിയില്ല മനസ്സിലായതാണോ. ഞാൻ പക്ഷെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന രൂപവും കോലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഫോട്ടോ എല്ലാം വെച്ച് നമുക്ക് മോർഫ് ചെയ്ത് കണ്ടുപിടിക്കുമോ നോക്കായിരുന്നു.
ഫോട്ടോ ഇല്ല. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഓർമ്മ. എനിക്ക് ഇപ്പൊ കണ്ടാ മനസ്സിലാവൂന്ന് വല്ല അറിയില്ല. പുള്ളിയോ പാടോ വല്ലോ അതല്ലോ അറിയോ? പുള്ളിയുടെ വലത്തെ കൈയിന്റെ ഷോൾഡറിലായിട്ടൊരു കാക്കപ്പുള്ളി ഉണ്ട്. കാക്കത്തിട്ടോ? വലത്തെ കൈയുടെ ഷോൾഡറിൽ കാക്കപ്പുള്ളി ഉണ്ട്. കാക്കപ്പുള്ളി. കാക്കപ്പുള്ളിയോ? ഞാൻ എനിക്കെന്തോ സൗണ്ട് പക്കായി. കാക്കത്തിട്ടോ? കാക്കപ്പുള്ളി. കാക്കപ്പുള്ളി. അതെ ഇപ്പൊ ചെന്നിട്ട് ഇത്ര വലുതായ പയ്യന്റെ കശത്ത് എങ്ങനെ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ഞങ്ങള് നോക്കത്തില്ല, പിന്നെ കണ്ടവന്മാരുടെ കശമ്പൊക്കെ നോക്കാൻ ഞങ്ങൾ എന്തോ കശപ്പൊക്കെ നോക്കുന്നല്ലേ പരിപാടി. നിങ്ങൾ ഇനിയിപ്പോ വല്ല CBI അടുത്ത് എല്ലാം അറിയിക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ അടുത്തൊരു ഓണപരിപാടി വരുന്നുണ്ട് നമ്മുടെ സിറ്റിയിൽ. അപ്പം ബലൂൺ പൊട്ടിക്കുന്ന മത്സരം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു പരിപാടി വെച്ചേക്കാം. അപ്പൊ ഈ കൈ പൊക്കുന്നവന്മാരെ ഈ നമുക്ക് നോക്കാം. അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അഥവാ വേറെന്തെങ്കിലും വല്ല പാടോ വേറെന്തെങ്കിലും ലുക്കോ എന്തെങ്കിലും അറിയോ പുള്ളിയുടെ സ്വഭാവത്തിനെ കുറിച്ച് എന്തെങ്കിലും? വേറെ ഒരു പുള്ളിയുടെ മുടിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കുറച്ചിങ്ങനെ നല്ല പൊന്തി നിൽക്കണ ഒരു മുടിയാ. അതിപ്പോ ആർക്കും ഇല്ല ഈ സിറ്റിയിൽ, അതുകൊണ്ട് പിന്നെ വികാരമുള്ള മുടി. അത് കുറച്ച് വികാരമുള്ള മുടിയാ. മുടിയുടെ കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പല മുടിയല്ലേ. പിന്നെ പുള്ളി പിന്നെ എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ എങ്ങനെയായിരിക്കും. എന്തായാലും നമുക്ക് CBI ഒന്ന് അന്വേഷണം കൊടുക്കല്ലേ കൊടുക്കാൻ. ഞാൻ ഈ റയാൻ സ്മോക്കർ എന്ന് പറഞ്ഞ സാറിനോട് പോയി പറഞ്ഞതാ. പുള്ളി അന്വേഷിച്ചിട്ട് ഇതുവരെ കണ്ടുപിടിച്ചെന്നില്ല. നന്നായി. ആരാ? റയാൻ സ്മോക്കർ സാറിനെ സ്വന്തമായിട്ട് അറിയത്തില്ല. ആ സാറ് ജനമേത്ത് വണ്ടി ഓടിച്ച് ഇവിടെയൊക്കെ തുടങ്ങിയിട്ട് പോകും. സാറേ എന്തെന്ന് വെച്ചാൽ എന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങേരിട്ടാ പറയുന്നത്. അങ്ങേർക്കേ അറിയത്തില്ല അങ്ങേര് ആരാ. അങ്ങേര് കണ്ടുപിടിച്ച് തരൂല്ല. നടന്നത് തന്നെ. അങ്ങനെ ID കാർഡ് നോക്കി അങ്ങനെ പേര് തന്നെ അങ്ങേർക്ക് മനസ്സിലാവുന്ന പിന്നെ അച്ഛൻ മരിച്ച ജോലിയല്ലേ? അച്ഛൻ മരിച്ച ജോലി അങ്ങനെ കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. അന്നത്തെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടോട്ടെ. ആരെ? എന്നെയോ? ധൈര്യമായിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു. ഇനി ആരെങ്കിലും ചോദിച്ചാൽ മോളാന്ന് പറഞ്ഞാൽ മോളാന്ന് പറഞ്ഞത്. എന്നാ അച്ഛനെ എനിക്ക് അവനൊന്ന് കണ്ടുപിടിച്ചു തരുമോ? എങ്ങനെ കണ്ടുപിടിക്കാനാ മോളെ? തോന്നിക്കുന്ന യേശുക്രിസ്തു വരെ ജീൻസ് പാന്റ് ഇട്ട് അതാ എങ്ങനെ കണ്ടുപിടിക്കാനാ? കലികാലമല്ല, എന്താ യേശുക്രിസ്തുവിനെ ആക്കി വെച്ചേക്കുന്നുണ്ടോ അവര്? യേശുക്രിസ്തുവിനെ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇവിടെയൊക്കെയാണ് എറിഞ്ഞേനെ നമ്മള്. ഇതൊക്കെ ഒരുമാതിരി പോക്കടത്തിന് ചെരുപ്പ്, ലിവിന്റെ ജീൻസ്, കുർത്ത. ഇടിച്ചാ ഇച്ചിരി വെള്ളം ഉണ്ടോ? ഇനിയിപ്പോ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ ഇച്ചിരി മണ്ണെണ്ണ കുടിക്കേണ്ടി വരും. ഹെർബൽ ടീ. അത് നന്നാ ഇച്ചിരി സുന്ദരമായിട്ട്. ID 193. നല്ല അങ്ങോട്ട് കാച്ച. ഇതെന്താ കുപ്പിയിലേക്ക്? ഇത് ഹെർബൽ ടീ. എന്താ അത് ഫുള്ളാവും കേട്ടോ. കാലിക്കുപ്പി നമുക്ക് കാക്കരക്കട കൊടുക്കാം. അപ്പൊ കുക്കു അപ്പൊ ഇങ്ങനെ തിരക്കി വന്നതല്ലേ? ബാല്യകാല സുഹൃത്തിനെ തിരക്കി വന്നേ. അപ്പൊ എന്തായാലും കാണുമ്പോ ഞങ്ങള് കണ്ടുപിടിക്കാം. ഞങ്ങള് പറയാം. കുക്കുടിന് ഇപ്പൊ ഈ ഇത് തന്നെയാണോ പേര്? കുക്കുടുന്ന് തന്നെയാണോ പേര്? എന്റെ പേര് കുക്കുടുന്നാ. ഓക്കെ. അപ്പൊ എന്തായാലും പറഞ്ഞു നോക്കാം. നിങ്ങളെ പഴയകാല ഓർമ്മകൾ വല്ലതും ഉണ്ടോ? ഒരു ഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു വിട്ടാ മതില്ലേ ഇവിടെ? പഴയകാല ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പണ്ടൊരു പാട്ടിപ്പോയ കഥകളൊന്നും പറയണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മക്ക് ഓണപ്പരിപാടിക്ക് വിളിച്ചു പറയാം. പിന്നെ കണക്ക് ആരും കേൾക്കാത്തൊരു കഥയുണ്ടെന്നും പറഞ്ഞ് കുക്കുടുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. നമ്മുടെ എന്താ കഥയുടെ പേര്? അപ്പൊ ആ സ്പാർക്ക് അടിക്കുന്നവർ എന്തായാലും എണ്ണിച്ച് വരുമല്ലോ. കുക്കുട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുക്കുട് കത്തി. കുക്കുട് ഇപ്പൊ കത്ത്. നമുക്ക് പോയി ഇപ്പൊ നൈസായിട്ടിരുന്ന് ഒളിഞ്ഞു കേൾക്കുന്നൊരുത് കള്ളൻ ഫ്രോഡ് ഹിറ്റ്. എന്താ കേട്ടാ? പോയി മൈക്ക് പോയി. വെഹിക്കിൾസിന്റെ MG ഇപ്പോഴാണോ ഇയാൾ ഇടുന്നേ? അപ്പൊ